പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ല പ്രഭാതം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. 38 കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയാൽ ഇപ്പോഴങ്ങയെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിന്റെ കരുണ ചൊരിയണ പ്രാർത്ഥിക്കുന്നു. ഈശോ റോമാ 10:9 പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചുള്ള ഉയർപ്പിക്കുകയും ചെയ്യുന്നവൻ. കർത്താവെ, രക്ഷ എന്ന് പറയുന്ന ക്രിസ്തുവിനെ പ്രാപിച്ച എല്ലാ മക്കളെയും നീ ആ കൃപയിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപാസനാമേ, പരിശുദ്ധമേ, ദേവമാതാവേ, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് നിനച്ചറിയാതിരിക്കും മഴയും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും. അതിൻ്റെ പേരുണ്ടാകുന്ന വാഹന അപകടങ്ങൾ, എത്ര മനുഷ്യരെയാണ് കണ്ണീരാർത്തുന്നത്, എത്ര കുടുംബങ്ങളെയാണ് കണ്ണീരാർത്തുന്നത്. ഈ ദിവസങ്ങളിൽ മരണം സംഭവിച്ച വീടുകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്നു. അവരും അവരുടെ കണ്ണീരും മാത്രം ബാക്കിയായിരിക്കുന്നു. കർത്താവെ, നീ മാത്രം അവിടുന്ന് പോരല്ലേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ആ ഭവനങ്ങളിൽ അങ്ങ് കർത്താവ് ശക്തിയായിട്ട് അവരെ സാന്ത്വനപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെടുമ്പോൾ കർത്താവ് നഷ്ടപ്പെട്ടത് 1-2 പേർക്കായിരിക്കും. ഈശോയെ, 10,000 പേര് മരിപ്പിന് വരുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ടത് 1-2 പേർക്കായിരിക്കും. അവരെ താങ്ങാനും നിലനിർത്താനും അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അവർ സംരക്ഷിക്കണമേ, സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ സ്നേഹം അവരെ താങ്ങി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചെകിടിന് കേളി നൽകിയവനെ, കർത്താവേ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോശപ്പെടുത്തവനെ, തൽവാരോശപ്പെടുത്തവനെ, മനുഷ്യരെ ഏൽപ്പിച്ചവനെ, നിന്റെ തിരുനാമശ്രുതി പറയുന്ന കർത്താവേ, നിന്റെ മക്കളെ അങ്ങ് ശ്രദ്ധിക്കണമേ. നീ ഏത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തിന് സമാധാന ആശംസകൾ കർത്താവേ. ഞാൻ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ പേരും നിന്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്ന കർത്താവേ. ആ സമാധാനം മക്കൾക്ക് അനുഭവേദ്യമാക്കാൻ നിന്റെ വിശുദ്ധമായ രക്തത്താൽ അവിടെ ഹൃദയ കവാടങ്ങളെ അങ്ങ് സ്പർശിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അത് ഈജിപ്തിലെ ഭവനങ്ങളിലൂടെ സംഹാരദൂതൻ കടന്നു പോയപ്പോഴേ, പെസഹായിലൂടെ കടന്നു പോകുമ്പോഴേ കർത്താവേ, കുഞ്ഞാടിൻ്റെ രക്തത്തെ കൈമുക്കിയ വാതിൽപ്പടികളുടെ രക്തത്തിൻ്റെ മുദ്രകൾ കണ്ടപ്പോഴേ അവരെ സ്പർശിക്കാതെ കടന്നുപോയ പോലെ കർത്താവേ, നിന്റെ കരുണ, നിന്റെ വിശുദ്ധമായ രക്തം മക്കളുടെ ഹൃദയത്തെ, ജീവിതത്തെ അങ്ങ് മുദ്ര വെക്കണമേ. സംഹാരം അവരെ കാണാതെ കണ്ട് കടന്നു പോകാൻ ഇടയാക്കണമേ. കർത്താവേ, സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ മക്കളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കാലം കൂടെ സങ്കീർണമാകുമ്പോഴേ അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, മക്കളെ അല്ല അമ്മ വളർത്തിയതുപോലെ സുവിശേഷത്തിലെ ഞങ്ങളെ വളർത്തണമേ. സങ്കീർണമായ കാലത്തെ അതിജീവിക്കാൻ സങ്കീർണമായ ശക്തമായ ആധ്യാത്മിക അഭിഷേകത്താൽ അമ്മേ, അങ്ങയുടെ മക്കളെ സുവിശേഷത്തിൽ വളർത്തണമേ. നീ എങ്ങനെയാണോ ഉണ്ണീശയെ വളർത്തിയത്, എങ്ങനെയാണോ യേശുവിൻ്റെ കൂടെ രക്ഷാകരമായ എല്ലാ ദിനങ്ങളിലും നീ നടന്നു പോയത്, എങ്ങനെയാണോ ക്രിസ്തുവിൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ നീ കുരിശിൻ്റെ ചുവട് നിന്നത്, അമ്മേ, നിന്നെ പോലെ ആരുമില്ല. ദൈവത്തിൻ്റെ കണ്ണ് നിങ്ങളെ ആവശ്യിക്കട്ടെ, ദൈവത്തിന് ആവശ്യിക്കട്ടെ. സർവോപരി കർത്താവേ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമം നീങ്ങി പോകട്ടെ. നമ്മളുടെ ജെറമിയായുടെ പുസ്തകം 33-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. എന്താ ഞാൻ ഇതിപ്പോ നിങ്ങൾ നോക്കുമ്പോ ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛനൊരു വചനം എടുത്ത അങ്ങനെയൊന്നും ഇല്ല. ചെയ്യും എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതെല്ലാം ഒരു വാട്ടർമാർക്ക് അടക്കമുണ്ട്. എന്തിൻ്റെയാണ്? കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെതാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ
കർത്താവ് സുനിശ്ചിതമാക്കാൻ വേണ്ടി. ഭാവി സംഭവം പറഞ്ഞേ, ഭാവി അനിശ്ചിതമാണ്. വിശ്വാസം പറയും ഭാവി ഒരിക്കലും അനിശ്ചിതമല്ല, ഭാവി സുനിശ്ചിതമാണ്. എന്താ കാര്യം? നമ്മുടെ ഭാവി കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാലാണ് സുരക്ഷിതമാകണത്. എന്താ കാര്യം? നമ്മുടെ ഭാവി കാര്യം എന്താ? ഞാൻ വീണ്ടും നിങ്ങളെ ഐശ്വര്യപൂർണ്ണമാക്കും. അത് ഒരിക്കലും ഭരണം തീരാത്ത കർത്താവാണ് പറയണത്. എന്താണ്? ഞാൻ നിങ്ങളെ വായിച്ചത്, ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. എന്ത് സംഭവം അറിയാമോ? കരുണ ചൊരിയുക എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് അക്കോർഡിംഗ് ടു അവർ മെറിറ്റ്സ്. നമ്മൾ എഫേസ്യസ് 2:8 എപ്പോഴും വായിക്കത്തില്ലേ? എന്താ വായിക്കണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്.